ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വ്ളോഗിംഗ് നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖമാണ്. ഇതിപ്പോൾ പരിപ്പും ചീരയാണ് കേട്ടോ ചാറ് വെക്കണം. അപ്പോൾ പരിപ്പൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് ഉള്ളിയും തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചീര നല്ലോണം കഴുകിയിട്ട് പിന്നെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചീരയൊക്കെ കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, നല്ല വലിയ മുളകാണ്, അപ്പോൾ അതിൻ്റെ എരിവും കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചീരയൊക്കെ ഒന്ന് വേകട്ടെ കേട്ടോ. അപ്പത്തിന് ഇതിലേക്കുള്ള തേങ്ങയും ജീരകവും ഒക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ചീരയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ചീര പിന്നെ വേഗം വെന്ത് കിട്ടുമല്ലോ, തണ്ട് മാത്രം ഒത്തിരി വേവുണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ചീരയൊക്കെ വെന്തതിന് ശേഷം ഈ തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ജാറ് കഴുകി കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അപ്പം ഇനി ഇതൊക്കെ ഒന്ന് തേങ്ങയൊക്കെ കലക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എന്നിട്ട് വേണം താളിക്കാനൊക്കെ. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് താളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഫോണ് സ്റ്റോറേജ് ഫുള്ളായി പിന്നെ ആക്കെ ഒന്ന് ശരിയാക്കി എന്നിട്ടാണ് പിന്നെയൊക്കെ വീഡിയോ എടുത്തത്. അപ്പോൾ അതാ കടുകൊക്കെ പിന്നെ അതാ കടുകൊക്കെ പൊട്ടി വേണ്ടിയിട്ടാ. അപ്പോൾ ജലദോഷം പിടിച്ച് ഒരേ തുമ്മൽ. എന്നിട്ട് പിന്നെ ചാറൊക്കെ താളിച്ചതിന് ശേഷം പിന്നെ ഇതാ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ചൂടായപ്പോൾ 1 ഗ്ലാസ് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ വേകട്ടെ. പിന്നെ ഇപ്പോൾ ആ അടുക്കളയിൽ കയറി ഇനി പലഹാരം ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4:30 ആയിരിക്കുന്നു. അപ്പോൾ തീയൊക്കെ കത്തട്ടെ കേട്ടോ. പിന്നെ ഊതി വിട്ട് അങ്ങനെ തീയൊക്കെ കത്തിയിട്ടുണ്ട്. ഇനി പിന്നെ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലാണ്. അത് രാത്രിക്ക് ചോറിനുള്ള കറിയാണ് കേട്ടോ, പരിപ്പും ചീയും കറി. അപ്പോൾ ഇന്ന് മുട്ടപ്പാലടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ടപ്പാലട ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയ്ക്ക് 1 തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കുറച്ചിടുന്നുള്ളൂ കേട്ടോ, ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് 3 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ടത്. ഒരുപാടൊന്നുമില്ല, മധുരമൊക്കെ പാകം തന്നെയാണ്, എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു മധുരമുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ ചിലവർ പൊട്ടുകടലയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്, ഞാനതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് മാവൊക്കെ ഞാൻ ഒരു 3/4 മണിക്കൂർ മുമ്പേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മൈദി 1 കോഴിമുട്ട ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താണ് കേട്ടോ. മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഈ ലൂസിൽ വേണം കേട്ടോ മാവ്, എന്നാലും നമുക്ക് ഇതിലിങ്ങനെ പരത്താൻ കിട്ടുള്ളൂ. അല്ല പറഞ്ഞാൽ പിന്നെ പരത്താനൊന്നും ഒരുപാട് പറ്റില്ല കേട്ടോ. ചീനിച്ചട്ടിയിൽ അലുമിനിയത്തിൻ്റെ ചീനിച്ചട്ടി ഉണ്ട് പറഞ്ഞാൽ അതിലാവുമ്പോൾ നല്ല റൗണ്ടിൽ കട്ടിയില്ലാണ്ട് വരും കേട്ടോ. അപ്പോൾ അലുമിനിയത്തിൻ്റെ ചീനിച്ചട്ടിയൊക്കെ ഒരു കൊടുത്ത് കിട്ടാൻ നിങ്ങൾ കാണാറില്ല അല്ലേ വീഡിയോയിൽ, അങ്ങനെ കരിപ്പിടിച്ചിട്ട്. അപ്പോൾ 2 എണ്ണം കൊടുത്തു. ഇനി ഒന്ന് കൂട്ടാൻ ചട്ടികളുടെ ഇടയിൽ എവിടെയേ പെട്ട് കിടക്കണം കേട്ടോ. കിട്ടിയില്ല, തിരഞ്ഞിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ചൂട്ടോടെ തന്നെ ഇതിങ്ങനെ മടക്കിയെടുക്കണം കേട്ടോ. ഈ പഞ്ചസാരി ഈ തേങ്ങയും പാടെ ഇങ്ങനെ ഈ കൂട്ട് സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചൂട്ടോടെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക കേട്ടോ. ഇതാണ് പാലക്കാട്ടുകാരുടെ മുട്ടപ്പാലട. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെ കല്യാണ സമയത്തൊക്കെ പുതിയാപ്പിള സൽക്കാരത്തിന് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നും ഇതില്ല, ഇപ്പോൾ ഒക്കെ എടുത്തു പോയി തോന്നുന്നു. അങ്ങനെ പിന്നെ അത് ചൂട്ടോടെ അങ്ങോട്ട് ചുരുട്ടിയെടുക്കണം കേട്ടോ. കാല് ട്രൈപോഡിൽ തട്ടിയതാണ്, അതാണ് ക്യാമറ അങ്ങനെ ആയത്. അപ്പോൾ പിന്നെ അത് ചൂട്ടോടൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ചൂട്ടോടെ തന്നെ ചുരുട്ടിയെടുക്കുകയും വേണം. 1/2 കിലോ മാവാണ് കേട്ടോ അത്. നമ്മളൊന്ന് ചുട്ടെടുത്തതും അത് ചൂട്ടോടെ തന്നെ പിന്നെ വേഗം ചുരുട്ടിയ ശേഷം വേഗം പരത്തി പറഞ്ഞാൽ അതും വേഗം ആയി കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒക്കെ ചുട്ട് കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ. അത് ലാസ്റ്റ് ഒന്ന് ഇതായപ്പോൾ പൊട്ടി. അത് ഞാൻ ബാക്കി മാവ് കട്ടിയിലൊന്ന് ചുട്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ 2 എണ്ണം ചുടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ളത് ഒന്നിങ്ങനെ കട്ടിയിൽ ചുട്ടപ്പോൾ അത് ഇത്തിരി സെൻറ്റർ പൊട്ടി വന്നു കേട്ടോ. സാരമില്ല, എന്നാലും നമുക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അവർക്ക് അപ്പുറമുള്ളവർക്ക് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കാമല്ലോ എന്നുകൊണ്ട് ഞങ്ങൾ അത് കഴിച്ചു കേട്ടോ. അങ്ങനെ മുട്ടപ്പാലടൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അത് കൊടുക്കാനൊക്കെ ആയിട്ടാ. അപ്പോൾ അത് കുറ്റിപ്പുട്ടും ചിക്കൻ കറിയും അപ്പുറത്തെ വീട്ടുകാർ തന്നതാണ്. പിന്നെ അത് കുറച്ച് നിലക്കടലയൊക്കെ പുഴുങ്ങിയിട്ടുണ്ട്. ചെറുപഴമുണ്ട്, മാങ്ങ ഉണ്ട്, തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട്, സമൂസ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇത് ഉള്ളിവട ഇളയിച്ച് തന്നതാണ്. അപ്പോൾ അത് കൊടുക്കാനൊക്കെ ആയിട്ട് ഏകദേശം കൊടുക്കാനൊക്കെ 2-3 മിനിറ്റേ ഉള്ളൂ. പിന്നെ കുറച്ച് തണുത്ത വെള്ളവും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.